എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സാധാരണ കേക്കല്ല, മിൽക്ക് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. മിൽക്ക് പൗഡറും ഗീയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അടിപൊളി ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെയുള്ള ഒരു കേക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു ടൈപ്പിലുള്ള കേക്ക്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു അളവിലുള്ള സ്പൂണാണ് എടുത്തത്, ഒരു ടേബിൾ സ്പൂൺ. ഈ ഒരു സ്പൂണിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. അപ്പോൾ 7 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. 7 സ്പൂൺ മിൽക്ക് പൗഡർ. പിന്നെ അതേ സ്പൂണിൽ തന്നെ 5.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 5.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 5 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ സ്പൂണിൽ ടേബിൾ സ്പൂണിൽ അതേ സ്പൂണിൽ തന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നുള്ള് ഏലക്കായ് പൊടിയും ഇട്ടിട്ട് ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അതാ നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പൊടികൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയില്ലേ, അത് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ആ പൊടികൾ മൊത്തം ഇട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ ഗീ ചേർത്ത് കൊടുക്കണം. 3 or 4 ആയാലും പ്രശ്നമില്ല. അധികമായാലും ടേസ്റ്റ് കൂടുകയും ചെയ്യും. നെയ്യിലെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ നിറച്ചും എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അധികം ചൂടാവുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഒരു 1/2 കപ്പിൽ കുറവായിട്ടുണ്ടാവും ഈ ഗീ. ഇനി ഈ ഗീ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നമ്മൾ ആദ്യം ഗീ മെൽറ്റാക്കിയ പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ അടച്ച് വെച്ചിട്ട് എനിക്കിത് 15 മിനിറ്റ് കൊണ്ട് നല്ല കുക്കായി കിട്ടീന്. അടികട്ടിയുള്ള പാത്രം എടുക്കുക, അല്ലെങ്കിൽ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്താൽ മതി. ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ 15 മിനിറ്റ് കൊണ്ട് എനിക്ക് കേക്ക് റെഡിയായി കിട്ടീന്. ഇതിൻ്റെ മേൽഭാഗയിൽ നല്ലോണം കുക്കായിട്ട് തന്നെ ഉണ്ടായിന്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു പാനിലേക്ക്. ഇതിൻ്റെ ഈ മൂടി തുറക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ല്, ഗീരയിലും സ്മെല്ല് വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു യെല്ലോ കളറാണ്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വൈറ്റ് കളറായിട്ടേ തോന്നും. അപ്പോൾ അതാ ഇത് റെഡിയായി. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സാധാ കേക്കിൻ്റെ ഒരു സ്ട്രക്ചറല്ല കേട്ടോ. ഇത് കാണുമ്പോൾ നല്ലൊരു പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. ഇത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അതിന് അഡിക്റ്റായി പോകും. അതുപോലത്തെ ഒരു ടേസ്റ്റ്. നല്ല ഗീയും മിൽക്ക് പൗഡറെല്ലാം ചേർത്തുകൊണ്ടില്ല. ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.